ഇന്ന് ഒരു തേങ്ങാപ്പാൽ കോളിഫ്ലവർ കറി ആയാലോ. അപ്പോൾ അതെ, അതിനാവശ്യമായിട്ട് ചെറിയുള്ളി കുറച്ച് സവാള, കുറച്ചെന്ന് വെച്ചാൽ 2 സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കുറച്ച് വേപ്പില, ഇത്രയും സാധനങ്ങളായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഇടാം. എന്നിട്ട് അതിലേക്ക് ഇതേ ഐറ്റംസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം ഈ കറിക്കൊരു നൊസ്റ്റാൾജി ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മൂമ്മയും പിന്നെ അതേ അമ്മയും പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്ന ഞായറാഴ്ചകളിലൊക്കെ ചപ്പാത്തി അല്ലെങ്കിൽ പൂരി എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കോളിഫ്ലവർ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പാടില്ലല്ലോ, കോളിഫ്ലവർ കഴിക്കാൻ പാടില്ലല്ലോ. അത് കാരണം കോളിഫ്ലവർ ഇപ്പോൾ കുറവാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് പാരൻസിനൊക്കെ ഓരോരോ തൈറോയിഡും ഇതൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എപ്പോഴും വാങ്ങിക്കാറില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇന്ന് കോളിഫ്ലവർ വാങ്ങിച്ച് അമ്മയുടെ കറി കോപ്പി അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയാണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണാണ് ഇട്ടത്, പിന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക, ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറട്ടെ. പിന്നെ ഇതിലേക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഗരം മസാല ആഡ് ചെയ്യണം. ഗരം മസാല നിങ്ങളുടെ കണ്ടോ, ഈ ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്തത്. ഒരു ഐഡിയ വെച്ചിട്ട് 1 സ്പൂൺ മതിയാവും എനിക്ക്. പക്ഷേ ഈ എന്താ പറയുക, അതിന് നളപാകം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇടാൻ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാനിട്ടു. പിന്നെ ഇതൊക്കെ എല്ലാം ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറി സെറ്റായി വരുമ്പോഴത്തേക്കും ഞാൻ തക്കാളി ഇട്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ കാണിക്കാൻ മറന്നുപോയി. തക്കാളി ഒരു 2 തക്കാളി ഒന്ന് മിക്സിയിൽ നിന്ന് അടിച്ചിട്ട് ചേർത്തായിരുന്നു. പിന്നെ വെള്ളം ഒഴിച്ചു. കറി ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് ആ വേവൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു അരമുറി ഇല്ല, കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് അതിൻ്റെ പാലെടുത്തത്. 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല, ഒരു പാലേ ഉള്ളൂ. മാക്സിമം അതിൻ്റെ ആ തേങ്ങയുടെ പാല് ഫുള്ളെടുത്തിട്ട് 2-3 വട്ടം മിക്സിയിൽ അടിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അതിലേക്ക് ആഡ് ചെയ്തു. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച്. എന്നിട്ട് ഇനി വേറെ ഒന്നും ചെയ്യാറില്ല, ഇത്രേ ഉള്ളൂ, കറി റെഡി.